ഉൾപ്പെടുത്തിക്കൊണ്ടുണ്ടായി പൊതുജനങ്ങൾ പൊതുജീവിതത്തിൽ പാലിക്കേണ്ട ആരോഗ്യശീലങ്ങളും ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിൽ ചികിത്സയോടൊപ്പം ആരോഗ്യ പരിപാലനത്തിലും ശ്രദ്ധ പുലർത്തണമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. ആരോഗ്യകരമായ ജീവിതശൈലി ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പും കായിക വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആരോഗ്യം ആനന്ദം വൈബ് ഫോർ വെൽനസ് ഹെൽത്തി ലൈഫ് ക്യാമ്പയിന് മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിൽ സ്വീകരണം നൽകി സംസാരിക്കുകയായിരുന്നു മന്ത്രി. ചികിത്സാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനൊപ്പം ആരോഗ്യ പരിപാലനത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടത് ഒരു ബദൽ സമൂഹത്തിന്റെ ആവശ്യമാണെന്നും ആരോഗ്യബോധവും കായികക്ഷമതയും വളർത്തുക എന്നതാണ് ആരോഗ്യം ആനന്ദം വൈബ് ഫോർ വെൽനസ് ഹെൽത്തി ലൈഫ് ക്യാമ്പയിന്റെ പ്രധാന ലക്ഷ്യമെന്നും ജില്ലാതല പ്രചാരണ പരിപാടി ഉദ്ഘാടനം നിർവഹിച്ച് മന്ത്രി പറഞ്ഞു. പ്രചാരണത്തിന്റെ ഭാഗമായുള്ള റോഡ് ഷോയുടെയും ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ നേതൃത്വത്തിലുള്ള സൈക്കിൾ റാലിയുടെയും ഫ്ളാഗ് ഓഫ് ചടങ്ങാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചത്. ആരോഗ്യ പരിചരണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ബോധവൽക്കരണം ശക്തമാക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ തന്നെ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലൊക്കെ നമ്മൾ കാണുന്നത് കമ്മ്യൂണിറ്റി സ്പോർട്സിനും അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി എക്സസൈസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ആ എക്സസൈസിൻ്റെ കൂടുതൽ പ്രാധാന്യം എല്ലാ ഭാഗങ്ങളും നൽകുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള ഒന്നിച്ചുള്ള വ്യായാമം ഇപ്പോൾ നമ്മൾ വരുന്ന ഭാഗങ്ങളിലൊക്കെ നന്നായി കാണുന്നുണ്ട്. അത് കുറേ കൂടി പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് കഴിയണം. ഡിസംബർ 26-ന് കാസർഗോഡ് നിന്നാരംഭിച്ച വാഹന പ്രചാരണ ജാഥയ്ക്ക് ഞായറാഴ്ച രാവിലെ 6:30-ന് മലപ്പുറം കോട്ടക്കൽ വൈദ്യരത്നം PS വാര്യർ ആയുർവേദ കോളേജിലാണ് സ്വീകരണം നൽകിയത്. ജില്ലാ കളക്ടർ വി ആർ വിനോദ് മുഖ്യാതിഥിയായി. കേരളം ജീവിതശൈലി രോഗങ്ങളുടെ തലസ്ഥാനമായി മാറുന്നത് ആശങ്കാജനകമാണെന്നും അവ തടയുന്നതിന് അടിയന്തര നടപടികൾ അനിവാര്യമാണെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ആരോഗ്യവകുപ്പിന്റെ ഈ ക്യാമ്പയിൻ പൊതുസമൂഹത്തിൽ ആരോഗ്യകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉദ്ഘാടന ചടങ്ങിൽ ഡെപ്യൂട്ടി DMO ഡോക്ടർ ഷിബുലാൽ അധ്യക്ഷത വഹിച്ചു. മലപ്പുറം NCD നോഡൽ ഓഫീസർ ഡോക്ടർ വി ഫിറോസ് ഖാൻ, DMO ഇൻചാർജ് ഡോക്ടർ PA അബ്ദുൽ സലാം, ഡോക്ടർ ഹന്ന യാസ്മിൻ, ആർദ്രം നോഡൽ ഓഫീസർ ഡോക്ടർ KK പ്രവീണ, കോട്ടക്കൽ വൈദ്യരത്നം PS വാര്യർ ആയുർവേദ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KK ബിന്ദു എന്നിവർ സംസാരിച്ചു. NHM ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ TN അനൂപ് സ്വാഗതവും ജില്ലാ മീഡിയ എഡ്യൂക്കേഷൻ ഓഫീസർ KP സാദിഖ് അലി നന്ദിയും പറഞ്ഞു. മലപ്പുറത്തെ സ്വീകരണത്തിന് ശേഷം കോട്ടക്കലിൽ നിന്നും ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച റോഡ് ഷോയും സൈക്കിൾ റാലിയും പുത്തനത്താണി പട്ടണനടക്കാവ് വഴി കുറ്റിപ്പുറത്ത് അവസാനിച്ചു. പുത്തനത്താണിയിൽ പ്രചാരണ റാലിക്ക് നൽകിയ സ്വീകരണ ചടങ്ങിൽ ആദവനാട് ഗ്രാമപഞ്ചായത്ത് അംഗം KP മറിയാമ്മ, MK സക്രിയ, ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ഖുറൈഷി എന്നിവർ സംസാരിച്ചു. തിരുനാവായ പട്ടണനടക്കാവിലെ സ്വീകരണ ചടങ്ങ് കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിലെ സമാപന ചടങ്ങ് ആബിദ് ഹുസൈൻ തങ്ങൾ MLA ഉദ്ഘാടനം ചെയ്തു. കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജയ് കുമാർ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം വസീമ വേളേരി മുഖ്യാതിഥിയായി. റാലിയുടെ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ ഡെപ്യൂട്ടി DMOമാരായ ഡോക്ടർ ഷിബുലാൽ, ഡോക്ടർ വി ഫിറോസ് ഖാൻ, DPM ഡോക്ടർ TN അനൂപ് തുടങ്ങിയവർ ബോധവൽക്കരണ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ആയുഷ്, ആരോഗ്യം, ICDS, എക്സൈസ് എന്നീ വകുപ്പുകളുടെ നേതൃത്വത്തിൽ യോഗ, ഡാൻസ്, CPR പരിശീലനം, കോൽക്കളി, കളരിപ്പയറ്റ്, യോഗ പരിശീലനം, ന്യൂട്രീഷൻ ക്ലാസ്, നാടൻപാട്ട്, പുള്ളുവൻ പാട്ട്, സംഘഗാനം, ആശമാരുടെ ഒപ്പന, ഹെൽത്തി ഫുഡ് ഫെസ്റ്റ്, സെൽഫി കോർണർ എന്നീ പരിപാടികൾ സംഘടിപ്പിച്ചു. ജനപ്രതിനിധികൾ, ആശാ വർക്കർമാർ, ട്രോമ കെയർ വോളണ്ടിയർമാർ, ബസ് ജീവനക്കാർ, പൊതുജനങ്ങൾ തുടങ്ങിയവർ സൈക്കിൾ റാലിയിലും പൊതുസമ്മേളനത്തിലും പങ്കെടുത്തു. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. വീട്ടിലേക്കൊരു പുതിയ ഫ്രിഡ്ജ് വേണം, പക്ഷെ ഒറ്റയടിക്ക് ഇത്രയും പണം വിഷമിക്കേണ്ട. വെയ്മെന്റിൽ ഇപ്പോൾ സ്മാൾ ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഉണ്ട്. എത്ര വലിയ പർച്ചേസും ഈസിയായി നടത്താം. നിങ്ങളുടെ സേവിങ്സ് വലിയൊരു തുകയാകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് പ്രൊഡക്റ്റും വെയ്മെന്റിൽ നിന്ന് സ്വന്തമാക്കാം. ചെറിയ നിക്ഷേപം, വലിയ സന്തോഷത്തോടെ വീട്ടിലേക്ക്. കൂടുതൽ വിവരങ്ങൾക്ക് വെയ്മെന്റുമായി കോൺടാക്ട് ചെയ്യൂ. Waymand, making it easy. Valanjeri, phone 9526 001 003.